കണ്ണൂരിൽ അങ്കണവാടിയിൽ നിന്ന് തിളച്ച പാൽ നൽകിയതിനെ തുടർന്ന് സംസാരിക്കാനാകാത്ത 5 വയസ്സുകാരന് ഗുരുതരമായി പൊള്ളലേറ്റ സംഭവത്തിൽ ഹെൽപ്പർക്കെതിരെ പോലീസ് കേസെടുത്തു. കണ്ണൂർ പിണറായിയിലെ അങ്കണവാടി ജീവനക്കാരി ഷീബക്കെതിരെയാണ് വിവിധ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തത്. സംസാരിക്കാൻ പ്രയാസമുള്ള കുട്ടിക്ക് പൊള്ളലേറ്റിട്ടും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ അങ്കണവാടി ജീവനക്കാർ തയ്യാറായില്ലെന്ന് കുട്ടിയുടെ അച്ഛൻ ആരോപിച്ചു. ചൊവ്വാഴ്ചയായിരുന്നു സംഭവം നടന്നത്. മകൻ്റെ കീഴ്ത്താടിയിൽ നിന്ന് തൊലി പോകുന്നുണ്ടെന്ന് അങ്കണവാടി ജീവനക്കാർ അമ്മയെ ഫോണിൽ വിളിച്ചു പറയുകയായിരുന്നു. പോയി നോക്കുമ്പോൾ കുട്ടിയുടെ വായും നാവും താടിയും മുഴുവനായി പൊള്ളലേറ്റ നിലയിലായിരുന്നു. തിളച്ച പാൽ കൊടുത്ത ശേഷം തുണി കൊണ്ട് തുടച്ചപ്പോഴാണ് തൊലി മുഴുവൻ പോയതെന്നും കുട്ടിയുടെ അച്ഛൻ പറയുന്നു. കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അങ്കണവാടി ജീവനക്കാർ തയ്യാറായില്ലെന്നും കുട്ടി ഭാഗ്യത്തിന് പാൽ ഉള്ളിലേക്ക് ഇറക്കാത്തതും രക്ഷയായെന്നും കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കീഴ്ത്താടിയിലും വായിലും സാരമായി പൊള്ളലേറ്റ കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായാണ് റിപ്പോർട്ടുകൾ. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു. പോലീസിനോട് ഉൾപ്പെടെ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൽ കുട്ടിയുടെ അച്ഛൻ്റെ ആരോപണം ശരിയാണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കിയ 61.5 കോടി രൂപയുടെ പോഷക ബാല്യം പദ്ധതിയുടെ ഭാഗമായാണ് പാലും മുട്ടയും വിതരണം ചെയ്യുന്നത്. ഈ പദ്ധതി പ്രത്യേകിച്ചും പ്രീ സ്കൂളുകൾക്കും അങ്കണവാടികൾക്കുമാണ് ബാധകമാകുന്നത്. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള 33,115 അങ്കണവാടികളിലും ഈ പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട്. കുട്ടികളുടെ പോഷകാഹാര നിലവാരം ഉയർത്തുന്നതിനും സുസ്ഥിര വികസന ലക്ഷ്യം കൈവരിക്കുന്നതിനുമാണ് ആഴ്ചയിൽ 2 ദിവസം കുട്ടികൾക്ക് മുട്ടയും 2 ദിവസം പാലും നൽകുന്നത്. എന്നാൽ പല കുട്ടികളും ഇത് കുടിക്കാനോ കഴിക്കാനോ താല്പര്യം കാണിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അങ്കണവാടിയിലെ അധ്യാപകർക്ക് കുട്ടികളെ നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ടി വരുന്ന പ്രവണതയും കണ്ടുവരുന്നുണ്ട്. അങ്കണവാടിയിലെ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള 4 ലക്ഷത്തോളം പ്രീ സ്കൂൾ കുട്ടികൾക്കാണ് ഈ പദ്ധതി നടപ്പിലാക്കി വന്നിട്ടുണ്ടായിരുന്നത്. ഒരു കുട്ടിക്ക് ഒരു ദിവസം 1 ഗ്ലാസ് പാല് വീതം ആഴ്ചയിൽ തിങ്കൾ വ്യാഴം ദിവസങ്ങളിലും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മുട്ടയും നൽകുന്നതായിരുന്നു ഈ പദ്ധതി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.